LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന LDF യോഗത്തിൽ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കും. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും. നേരത്തെ നടന്ന ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIMന് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുകയാണ് രാജ്യസഭാ സീറ്റ് തർക്കം. LDFന് വിജയിക്കാനാകുന്ന 2 സീറ്റുകളിൽ ഒരു സീറ്റ് CPIM ഏറ്റെടുക്കും. രണ്ടാമത്തെ സീറ്റിനായാണ് CPI, കേരള കോൺഗ്രസ് M, RJD, NCP കക്ഷികൾ രംഗത്തെത്തിയത്. RJDക്കും NCPക്കും സീറ്റ് നൽകില്ലെന്ന് CPIM അറിയിച്ചിട്ടുണ്ട്. CPIയുമായും കേരള കോൺഗ്രസ് Mമായും CPIM ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇരു കക്ഷികളും CPIMനെ അറിയിക്കുകയായിരുന്നു. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് CPIക്കും കേരള കോൺഗ്രസ് Mനും ഒരു പ്രതിനിധി പോലുമില്ല. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. CPIM ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് പ്രശ്നം പരിഹരിക്കുമോ എന്നതും ചർച്ചയിലുണ്ട്. കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് AKG സെൻട്രലിൽ ചേരുന്ന LDF യോഗത്തിൽ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഒരു സീറ്റ് CPIM ഏറ്റെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും തീരുമാനിക്കും. തോമസ് ഐസക്, പുത്തലത്ത് ദിനേശൻ എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.